ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ 6:10 ഓണാക്കിയിട്ടുണ്ട്. വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കാം. എന്നിട്ട് നമ്മളെ സ്ഥിരം സ്പോട്ടിൽ പോയി കിടക്കാം. ഓക്കെ, അപ്പോൾ ഊബർ കാര്യങ്ങൾ ഓണായിട്ടുണ്ട്. വണ്ടി അവിടെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് നീങ്ങാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റഡാർ ട്രിപ്പാണ് വന്നത്. 2 മിനിറ്റ്. ഇവിടെ ഏതോ ഒരു ടാക്സിക്കാരൻ കിടക്കുന്നുണ്ട്. അവൻ ചിലപ്പോൾ ഉറങ്ങായിരിക്കും. നമ്മൾ കുളിച്ച് മാറ്റി നിൽക്കണോണ്ട് ആ എനർജിയിൽ നിൽക്കണോണ്ട് ഫസ്റ്റത്തെ ട്രിപ്പല്ലേ അത് കിട്ടി. നമുക്ക് ഏതായാലും മാച്ച് ട്രിപ്പ് 400 എത്രയുണ്ട്. എവിടുക്കാന്ന് കറക്റ്റ് നോക്കാൻ പറ്റില്ല. റഡാർ ട്രിപ്പ് ഒന്നും എടുക്കാൻ നോക്കാൻ സമയം ഉണ്ടാവില്ല. ഇവിടുന്നൊക്കെ ട്രിപ്പ് അടിക്കുമെന്നാവോ. സമുദ്രത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിതിൽ 404 രൂപ കിട്ടിയിട്ടുണ്ട്. 590 ടോട്ടല് വാങ്ങിയത്. 20 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ. ഇപ്പം നമ്മളിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ട്രിപ്പ് ഇട്ടതാ. ഇപ്പം 28.8 കിലോമീറ്റർ ഓടി. ഒരക്കമ്മര കസ്റ്റമർ. ഒരക്കമ്മര ആള് മറ്റേ നായരമ്പലത്തേക്കാണിത്. വൈപ്പിൻ ഭാഗത്ത് നായരമ്പലം. അപ്പോൾ ആളെ പിന്നാലെ ഇങ്ങനെ പോരാണ്. ആള് ബൈക്കിനാണ്. അപ്പോൾ ഇപ്പൊ ശരിക്കും മറ്റേ മെയിൻ റോഡ് പിടിച്ച് പോന്നാൽ മതി. MG റോഡിന്റെ കൂടി ഇങ്ങനെ പോന്നാൽ മതി. ആളിപ്പോ തന്നെ 6 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ മറ്റേ ചങ്ങമ്പുഴ പാർക്കിന്ന് ഉള്ളിൽ കൂടി കയറുന്ന റോഡുണ്ട്, എളമക്കര വഴി. അതിക്കൂടിയൊക്കെ കയറി പോന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പറയാ, നീ ആദ്യമായിട്ടാണോ ഇവിടെ ഓടിക്കുന്നേ? ഞാൻ കയറുമ്പോ എന്റെ പിന്നാലെ കയറി പോയല്ലേ അങ്ങനൊക്കെ. അതിപ്പോ എങ്ങനെ ഒരു ബൈക്കിന് കയറുന്ന രീതിയിലൂടെ എറണാകുളത്ത് കാറിന് അങ്ങനെ കയറി പോകാൻ പറ്റൂല. ആൾക്കിപ്പോ ചെറിയ റോഡ് എടുത്ത് പോയോണ്ടാണ്. എനിക്ക് മെയിൻ റോഡിൽ കൂടി പോയാൽ മതി ശരിക്ക്. അയാളെ പിന്നാലെ ഇങ്ങനെ പോയി. പിന്നെ അയാൾ പെട്രോൾ അടിക്കാൻ കയറി. അപ്പൊ അവിടെ ഒന്ന് നിർത്തണം. ഞാൻ ശരിക്കും ഒരു 1 സ്റ്റാർ ഒക്കെ കൊടുക്കണം എന്ന് കരുതിയതേന് അത് കണ്ടപ്പോ. പിന്നെ ഇവിടെ വന്നപ്പോ ഒരു ഒരക്കം വരെ ചോദ്യം, ആദ്യമായിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്ക് എന്തായാലും ബൈക്കിന്റെ അങ്ങനെ പോകാൻ പറ്റൂല. നല്ല റോഡ് കിട്ടി നമ്മള് എടുത്ത് പോവുകയും ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ഇതാ ചെറിയ റോഡ് കൂടി രാവിലെ തന്നെ പോകുന്നത് കുഴപ്പമില്ല. പോട്ടെ, 404 റുപ്യ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ വൈപ്പിൻ ഭാഗത്ത് നിന്ന് ട്രിപ്പ് അടിക്കുമെന്നാവോ. ട്രിപ്പ് അടിച്ച ഭാഗ്യമായി. അടിച്ച ഒരു 300-400 റുപ്യേൻ്റെ ട്രിപ്പ് കിട്ടും ആ ടൗൺ ഭാഗത്തേക്ക്. പക്ഷേ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ആവുകയും ചെയ്യും. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അടുത്തൊരു നല്ലൊരു കസ്റ്റമർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ നിൽക്കുന്ന ഏകദേശം അടുത്ത് തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ദിവ്യ. അത് ആ പോസ്റ്റിന്റെ കൂടി അവിടെ കണ്ടോ, ആ റോട്ടിൽ നിന്നാണ് സംഭവം. ഈ ജംഗ്ഷനിന്ന് റൈറ്റ്. എന്തായാലും ആളെ പിക്കട്ട് 298 ഉണ്ടോന്നു. അയ്യപ്പൻകാവ് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഏകദേശം ഭാഗത്ത്. ഏതായാലും ക്യാൻസൽ ആവണതിന് മുമ്പ് ഡ്രോപ്പ് ചെയ്യട്ടെ. ഇതിപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണ്. അവിടേക്കാണ് ട്രിപ്പ് ഉണ്ടായിരുന്നത്, റെയിൽവേ സ്റ്റേഷനിക്ക്. പിന്നെ 292 രൂപ കിട്ടി നമുക്ക് ഈ ട്രിപ്പിന്. ടോട്ടല് 696 ക്യാഷ് കളക്ട് ചെയ്തത് 400 രൂപയാണ്. അതിൽ നമുക്ക് 292 നമുക്ക് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ സമയം 8:11 ആയിട്ടുണ്ട്. 8:30 വന്ദേ ഭാരത് വരാനുണ്ട്. വന്ദേ ഭാരത് വന്നാലും എന്തായാലും ഒരു ട്രിപ്പ് നമുക്ക് അടിയാറുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 20 മിനിറ്റും കൂടി ഉണ്ട്. ഇതും ഒരു ബാഡ് കസ്റ്റമർ ആയിരുന്നു. ബാഡ് റിവ്യൂ ആണ് നമുക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമ്മളവിടെ ചെന്നിട്ട് ആദ്യം നമുക്കൊരു 4-5 മിനിറ്റ് ഫ്രീ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് സമയം കണ്ട് എന്നിട്ട് അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടാണ് ആള് വണ്ടി കയറിയത് തന്നെ. എന്നിട്ട് വണ്ടി കയറിയിട്ട് ഒന്ന് സ്പീഡ് ആക്കണേ, 8:10 ട്രെയിനാണ്. അതെന്ത് വർത്താനാ? അങ്ങനെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ട്രെയിനിനൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് നേരത്തെ ഇറങ്ങൂലേ. ഇത് ആള് നേരത്തെ ഇറങ്ങിയില്ല. പോട്ടെ, വണ്ടി വന്നിട്ടേലൊന്ന് കയറിക്കൂടി. വണ്ടി വന്നിട്ട് 9-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആള് വണ്ടി കയറിക്കണേ. എന്നിട്ട് വണ്ടി കയറിയിട്ട് ഒരു മര്യാദ ഇല്ലാത്ത വർത്താനം. ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഞാൻ പിന്നെ ട്രെയിനിൻ്റെ ഇതല്ലേ, അത് പിന്നെ സ്പീഡിൽ എത്തിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റ് നേരത്തെ ഇവിടെ എത്തി. ഏതായാലും ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി അടുത്ത കസ്റ്റമർ എങ്ങനെ ഉണ്ടെന്നാവോ. വന്ദേ ഭാരതിൽ വരുന്ന കസ്റ്റമർ ആയിരിക്കും. നല്ല കസ്റ്റമർ ആയാൽ മതിയായിരുന്നു. ഇങ്ങനെ ഓരോരോ വള്ളികൾ കയറാന്നാല് നല്ലത്. അങ്ങനെ വന്ദേ ഭാരതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 8:31 സമയം. ആൻസിയെ കിട്ടിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 1 എക്സിറ്റ്.
എന്തായാലും ഇപ്പൊ തന്നെ മണ്ടിപ്പാഞ്ഞ് പോകണ്ട. ചിലപ്പോൾ ആളവിടെ എത്തിയിട്ടുണ്ടാവില്ല. കൂടുതൽ പേരും ചെയ്യുന്നൊരു ആണ്ടോ വാഗനർ പോകുന്നുണ്ട്, ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ. വന്ദേ ഭാരത് വന്നാൽ നമുക്ക് എന്നും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, പോസ്റ്റ് ആക്കിയിട്ടില്ല. മണ്ടിപ്പാഞ്ഞ് പോകാനും പറ്റൂല, ചിലവരവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ പുതിയ ബ്ലോക്കായിട്ടേ പോലീസിന്റെ പുതിയ നിർദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ ആളില്ലാണ്ട് അവിടെ വണ്ടി കയറി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അപ്പോൾ ആളെ വിളിച്ചതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്തൊരു സുഖം ചോദിച്ചാൽ വന്ദേ ഭാരത് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ കസ്റ്റമറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മെല്ലെ വിളിച്ച് ഇങ്ങനെ കയറാം. വീഡിയോ എടുക്കാൻ കഴിയൂല. അപ്പോൾ ശരി, ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ട്രിപ്പ് ക്ലോസ് ചെയ്ത് നമുക്ക് 1000 രൂപ കാണുന്നുണ്ടെന്നാവും. 308 രൂപ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടി. ഇതിവിടെ പൂക്കാട്ടുപടി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട്, കോളേജിൻ്റെ പേര് ഞാൻ നോക്കിയില്ല, എന്തോ ഒരു MMCയോ അങ്ങനെ എന്തോ ഒരു കോളേജാണ്, ഒരു എൻജിനീയറിങ് കോളേജാണിത്. അപ്പോൾ ആളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 1000 രൂപ ആയിട്ടുണ്ട്. 1000 സെക്യൂരിറ്റി മാമൻ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 160 മീറ്റർ ഉള്ളൂ. ഏതാ ഭാഗം എന്നറിയില്ല. അവിടെ പൂക്കാട്ടുപടി. അപ്പോൾ വണ്ടി തിരിക്കണം. ഓപ്പോസിറ്റാണ്, ബാക്കോട്ടാണ് ആള് നിൽക്കുന്നത്. ഏതായാലും അടുത്ത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ആ ട്രിപ്പും കഴിഞ്ഞ് നമ്മളിവിടെ തൃക്കാക്കര പാലാരട്ടം പൈപ്പ് ലൈനിലേക്കായിരുന്നു ഇട്ടത്. 166 രൂപ. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ ഇവന് കറക്റ്റ് സ്ഥലം അറിയില്ല. ഇവിടെ തൃക്കാക്കര പൈപ്പ് ലൈൻ എത്തിയപ്പോൾ ഇവിടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 220 ആയത്. ഇവന് എണ്ണാൻ അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. കാസർഗോഡുള്ള ഒരാളാ. 240 തന്നിട്ടുണ്ട്. എന്നാണ്ട് തന്നിട്ട് പോയി. ആദ്യം ഇവിടെ ഇറങ്ങിയിട്ട് ക്യാഷ് എടുക്കാൻ പോയി. അവിടുന്ന് അലി കഫേയിലെ ക്യാഷ്യറാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പുതിയ അലി കഫേ തുടങ്ങിക്കണ പറഞ്ഞു. ഏതായാലും 2 മോശപ്പെട്ട കസ്റ്റമറും കയറി. ഇപ്പം കയറി 2 അടിപൊളി, നല്ല അടിപൊളി കസ്റ്റമറും. അടിപൊളി എന്ന് പറയാനില്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. പിന്നെ അതേപോലെ ക്യാഷും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇതെന്ത് സംഭവം അറിയില്ല. അവൻ അറിയാണ്ട് തന്നതാണോ അറിഞ്ഞിട്ട് ടിപ്പായിട്ട് തന്നതാണോ എന്നും അറിയില്ല. എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. റാപ്പിഡോയിൽ പോരുന്ന വഴിക്ക് കുറേ ട്രിപ്പ് അടിച്ചു. ഇപ്പം ഇങ്ങോട്ട് തിരുവുമ്പോഴും ഒരു 250 രൂപയുടെ ട്രിപ്പ് അടിച്ചു. പക്ഷെ ഞാൻ എടുത്തില്ല. ഇനിയും ഉണ്ടല്ലോ 4-5 കിലോമീറ്റർ ഇനിയും ശരിക്കും ഡ്രോപ്പ് ചെയ്യാണ്ട്. അവന് സ്ഥലം അറിയാത്തതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മുടെ റേറ്റിംഗ് അക്സെപ്റ്റ് റേറ്റ് 93 ആയിട്ടുണ്ട്. മറ്റേത് റേറ്റിംഗ് 98 ആയിട്ടുണ്ട്. ടോട്ടല് 3271 ട്രിപ്പ് ഓടി നമ്മൾ. പിന്നെ ഇതൊക്കെ നാൾ കണ്ടതാണ് നമ്മൾ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അടിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണ് ഓഫാക്കിയപ്പോൾ തന്നെ അടിച്ചു. രേഷ്മ. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ടോക്കട്ടെ. വൈറ്റില പൊന്നരുന്നീക്കാണ്. 180 രൂപ ഉണ്ട്. 500 മീറ്റർ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുസാറ്റ് പോണ റോഡാണിത്. ഈ ജംഗ്ഷനിന്ന് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് കയറി പോണം. നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ വീണ്ടും ആ റാപ്പിഡോയിലെ ട്രിപ്പ് നമുക്ക് വീണ്ടും വന്നു. 253 രൂപ. 13 കിലോമീറ്റർ ഉള്ളു. ലാഭമാണത്. ഇതിപ്പോൾ 180 വൈറ്റില പൊന്നരുന്നേക്കാം. പിന്നെ 150 കിട്ടണേ. ഞാൻ എടുക്കണോ വേണ്ടെന്ന് കരുതി പിന്നെ എടുത്തില്ല. അത് എടുത്തിട്ട് ഇതാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ എത്തി. റാപ്പിഡോയിൽ അത്യാവശ്യം നല്ല അടി വീഴുന്നുണ്ട്. റാപ്പിഡോ അടിപൊളിയാണ്. അത് നമ്മളെ ഈ ലോണ്ട്രിയിലേക്ക്, ഇത് ലോണ്ട്രിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു. ഫ്രണ്ടിലാണ് കയറിയിരുന്നത്. +1 പഠിക്കുന്ന. അപ്പോൾ അതിന് നമുക്ക് 158 രൂപ കിട്ടി. 1350 ആയി ടോട്ടല്. നേരെ സമയം ഇവിടെ 10:30 ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. ഇപ്പോൾ പഴയ പോലെ നമ്മളെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണർന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും നോമ്പ് കാലത്താണ് പോയതാണ് ട്രിപ്പൊക്കെ.
ഇപ്പം എല്ലാവരും പൊടിയും തട്ടി ഇറങ്ങാൻ തുടങ്ങിക്കണു. 1350 രൂപയായി. റാപ്പിഡോയിലൊന്നും ഓടിയിട്ടില്ല. പക്ഷേങ്കിൽ റാപ്പിഡോയിൽ പെരും അടിയാണ്. ഈ ട്രിപ്പ് പോകുന്ന സമയത്തും 2 ട്രിപ്പ് അടിച്ച് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പം ഇനി റാപ്പിഡോണ് ഒന്നും കൂടിയും ക്യാഷ് നമുക്ക് ലാഭമുണ്ട്. 13 കിലോമീറ്ററിൻ്റെയൊക്കെ 250 രൂപ കിട്ടുന്നുണ്ട്. ഊബറിൽ അത്ര കിട്ടൂല നമുക്ക്. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇനി ഇവിടെ ചെറിയ റോഡാണ്, വണ്ടി മാറ്റി കൊടുക്കണം. നമുക്ക് അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. 164 രൂപയാണ് ട്രിപ്പിൻ്റെ ഫെയർ കണ്ടത്. അത് നമ്മളെ ചിറ്റാറ്റുകര തുതിയൂരാണ്. തുതിയൂർ നമ്മളെ പഴയ റൂമിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അശ്വിൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തതിൻ്റെ ഏകദേശം അടുത്തു നിന്നാണ്. ചളിക്കോട്ടാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി ആളെ പിക്ക് ചെയ്യട്ടെ. 1.3 കിലോമീറ്റർ ഉണ്ട് ആളെ പിക്ക് ചെയ്യാൻ. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് നമ്മളത് 1507 6 ട്രിപ്പ് എടുത്ത്. ഈ ട്രിപ്പ് 157 രൂപ നമുക്ക് കിട്ടി. 6.49 കിലോമീറ്റർ ഓടി 17 മിനിറ്റ് കൊണ്ട് 128 ടോട്ടൽ ക്യാഷ് കളക്ട്. 128 ക്യാഷ് കളക്ട്, 157 നമുക്ക് കിട്ടി. അത് അവർക്ക് ഊബറിൽ പ്രൊമോഷൻ ഉണ്ട്, അതാണ്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ സുഡിയോയിൽ, ചിറ്റേത്തുകര സുഡിയോ. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ട്രിനിറ്റി വേൾഡ്. ട്രിനിറ്റി അടാ. അപ്പോൾ ആ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ഒരു 4-5 ഫ്ലാറ്റ് ഉണ്ടോണ്ട് അവിടെ. അപ്പോൾ നമ്മളെ മെയിൻ കുറ്റിയാണത്. അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ നിർത്തിയിടാം സുഡിയോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇടാം. വെയിലാണ്, AC ഇട്ട് നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ CNG അടിക്കാൻ പോകണം. 2 ഘട്ടമുള്ള CNG. പെട്രോളും കഴിഞ്ഞു, ഒരു ഉള്ളിയുള്ളൂ. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തുതിയൂരാണ്. സുഡിയോന്ന് നേരത്തെ അവിടെ നിന്ന് പോകുന്നത്. ഇതാണ് എൻ്റെ പഴയ റൂമിലേക്ക് പോകുന്ന റോഡ്, തുതിയൂര്. അപ്പം നമുക്കിപ്പോൾ ഒരു ഇൻഫോ പാർക്കിലേക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. 160 രൂപയുടെ ഒരു ട്രിപ്പ്. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ 1.1 കിലോമീറ്റർ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇൻഫോ പാർക്കിലേക്കാണ്. നമുക്ക് അവിടെ പൊള്ളണ വെയിലായിട്ട് സ്റ്റുഡിയോയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പക്ഷെ എങ്കിലും ഫുള്ള് വെയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തണലുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പഴയ റൂമിൻ്റെ അവിടെ കുറച്ച് ഉള്ളേരിയാണ്. പക്ഷേ എങ്കിൽ ഇവിടുന്ന് ട്രിപ്പ് അടിക്കൂല എന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷെ നല്ല കുഴപ്പമില്ലാത്തൊരു ട്രിപ്പൊക്കെ അടിക്കും ഇവിടെ തുതിയൂർ. ഏതായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇനി 800 മീറ്റർ കൂടിയുണ്ട്. തുതിയൂർ ടൗണാണിത്. അത് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ അടുത്തേക്കായിരുന്നു ആ ട്രിപ്പ്. കഴിഞ്ഞു 128 രൂപ കിട്ടിയത്. ടോട്ടല് 1635 രൂപയായി. അപ്പോൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ ഇതിപ്പോൾ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേന്ന് ഫേസ് 2ക്ക് പോകാൻ ആദ്യം ഒരു വഴി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് അടച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷം. ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ നല്ല ഇൻ്റർലോക്ക് ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മറ്റേത് ഫേസ് 2ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ് 1ലേക്ക് കയറിയിട്ട് അതിൽക്കൂടി കയറാനും പറ്റില്ല. ടാഗില്ലാണ്ട് അവർ കയറ്റില്ല. ഈ റോഡ് വീണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി റോഡ്. ഇവിടെ ഇതൊരാൾക്ക് 800 കിടക്കുന്നത്. ഞാൻ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അവിടെ നല്ല തണലുണ്ട്. അപ്പോൾ അവിടെ 2 വാഗനർ ഉണ്ടായിരുന്നു. 2 ആളെയും പറഞ്ഞയച്ചു. സെക്യൂരിറ്റി മാമൻ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി എക്സ്പ്രസ് വേക്ക് പോട്ടെ. എക്സ്പ്രസ് വേയിൽ പോയിട്ട് CNG ഒരു ഘട്ടമായിട്ടുണ്ട്. CNG അടിക്കാൻ പോവാ, അതായിരിക്കും നല്ലത്. അപ്പോൾ എക്സ്പ്രസ് വേയിൽ കിടക്കണ്ട, നേരെ CNG അടിക്കാൻ പോവാം. കാക്കനാട് പടമുകളിലുള്ള CNG പമ്പിൽ CNG അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. 12:45 പക്ഷെ വലിയ വിശപ്പില്ല. അപ്പോൾ കുറച്ച് മുമ്പ് ചായ കുടിച്ചുകൊണ്ട് പുട്ടും മുട്ടക്കറിയും ചായയും കുടിച്ച് വലിയ വിശപ്പില്ല. വിശപ്പുണ്ടാകുമ്പോൾ കഴിക്കാം. സമയം നോക്കിയിട്ട് കഴിച്ചാലൊന്നും നടക്കൂല. അപ്പോൾ ഏതായാലും പോയി CNG അടിക്കട്ടെ. 155 കിലോമീറ്റർ ഓടി. ഇനി ഒരു ഘട്ടം CNG പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്തൂല. ഇനിയിപ്പോൾ വലിയ 250 രൂപേൻ്റെ ഏതെങ്കിലും ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ
നടക്കൂല. അപ്പോൾ ഏതായാലും റാപ്പിഡോ ഊബറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് ഓടും. ഒരു ഘട്ടം CNG ഉണ്ടാവും. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം പോയിരിക്കും. പിന്നെ കഴിഞ്ഞാലും ഓഫ് ചെയ്തിട്ട് കാലടിച്ച് പോവാം. അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ ഏകദേശം കാക്കനാട് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യും. അതുവരെ ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്രസ് വേയിൽ എന്തോരം വണ്ടികളാണ് കിടക്കുന്നത്. ഇതൊക്കെ ടാക്സികളാണ്. പക്ഷെ ഇതിൽ കൂടുതലും ഞാൻ ആദ്യമൊക്കെ ഇവിടെ നല്ല തണലുണ്ടാവും. വണ്ടികൾ ഇട്ടാണ്ടാവും, നല്ല തണലുണ്ടാവും. ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് ഈ തണൽ നോക്കിയിട്ട് ഇട്ടായിരുന്നു. മണിക്കൂറുകളായാലും ചിലപ്പോൾ അടിക്കൂല. അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കൂടുതലും ഇൻഫോ പാർക്കിൽ ഓട്ടം ഓടുന്നവരായിരിക്കും. ഇൻഫോ പാർക്കിൽ ഓട്ടം എന്ന് പറഞ്ഞാൽ ഊബർ വഴി എല്ലാവർക്കും ഓട്ടം. അവർക്ക് അത് കരാറെടുത്തിട്ട് എന്തൊക്കെ പരിപാടികളാണ്. അങ്ങനെ നമുക്ക് ഓടാൻ പറ്റും. പക്ഷെ അത് വലിയൊരു ഊബറിൻ്റെ അത്ര ഒരു കാര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഓടും. പിന്നെ ഊബർക്ക് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം അത് വലിയ ഊബറിൻ്റെ അത്ര മെച്ചം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കൂടുതലും ഇൻഫോ പാർക്കിൻ്റെ അകത്ത് ഓടുന്ന വണ്ടികളായിരിക്കും. അതാവുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഓട്ടങ്ങളായിരിക്കും. വലിയ വലിയ ടീമുകളായിരിക്കും. ഒരു ഓട്ടം തന്നെ 60-70 കിലോമീറ്റർ, 30 കിലോമീറ്റർ അങ്ങനെ ദൂരത്തേക്കുള്ള ട്രിപ്പുകൾ കിട്ടുക. കിലോമീറ്ററിനാണ് അവിടെ പൈസ. ശനി ഞായറും ലീവാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ ഏതായാലും ഇനി പോയിട്ട് CNG അടിക്കട്ടെ. കറക്റ്റ് ഇനി 1 കിലോമീറ്ററും കൂടി ഉള്ളൂ നമുക്കിവിടെ. നമ്മളിവിടെ DLF എത്തി. DLFിൻ്റെ ഫ്ലൈറ്റാണ് കാണുന്നത്. അവിടെ എത്തിയപ്പോൾ നമുക്കൊരു റാപ്പിഡോയിൽ 296 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പാർവതിയാണ്. അപ്പോൾ എവിടെ ലൊക്കേഷൻ നോക്കട്ടെ. ലൊക്കേഷൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ആര്യാസിൻ്റെ ഒക്കെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാനാണ്. ഏതായാലും പോയോക്കട്ടെ. അത് എവിടുക്കാന്ന് നോക്കിയില്ല. റാപ്പിഡോയിൽ നമ്മുടെ ഊബറിൻ്റെ മാച്ച് ട്രിപ്പ് വരുന്ന പോലെയാണ് വരുന്നത്. ആരെങ്കിലും എടുത്ത് മണ്ടും. അപ്പോൾ നമുക്ക് കിട്ടൂല. അപ്പോൾ ലൊക്കേഷനൊന്നും നോക്കാൻ സമയമില്ല. 296 എന്തായാലും. CNG കഴിഞ്ഞിട്ട് കുറച്ച് പോകേണ്ടി വരും. നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ CNG അടുപ്പിക്കാൻ എവിടെയും കയറ്റാൻ പറ്റുമെന്ന് നോക്കണം. തിരക്കില്ലാത്ത പമ്പ് കിട്ടുമ്പോൾ അവരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റൂലല്ലോ. ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. നമ്മൾ പെട്ടു ഗൈസ്. നമ്മളെ CNG കഴിഞ്ഞു. പെട്രോളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. പുത്തൻകുരിശ് സൈഡിലാണ് നമ്മൾ ട്രിപ്പ് അടിച്ചത്. 300 രൂപ കിട്ടി. 296 രൂപ കിട്ടി. 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ലാഭമാണ്. പക്ഷെങ്കിൽ ഇവിടുന്ന് ഇനി 12 കിലോമീറ്റർ CNG അടിക്കുന്നിടത്തേക്ക് പോകണം. അതാണ് ഒരു പ്രശ്നം. 12 കിലോമീറ്റർ കാലി പോകണം. ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ നോക്കാം. അപ്പോൾ ആ ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതായാലും പോവല്ലേ. ഇനിയിപ്പോൾ ഒരു 5-6 കിലോമീറ്റർ പിക്കപ്പിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എണ്ണ പൈസയിലും കിട്ടും. അപ്പോൾ ഏതായാലും ഡെസ്റ്റിനേഷൻ ഇടട്ടെ. അങ്ങനെ നമ്മൾ CNG അടിച്ചു. ഫുൾ ടാങ്ക് CNG ട്രിപ്പിൽ ഇട്ടിട്ടുണ്ട്. 690 രൂപയായി CNG. ഊബർ നമ്മൾ 1635 രൂപക്ക് ഓടി. റാപ്പിഡോ 296. ഇനി നമ്മൾ വിഷ്ണു സാർ ഇവിടെ വൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവിടെ പോവാം നമുക്ക്. ആള് ലൈവ് ലൊക്കേഷന് കട്ടായി പോയിട്ടുണ്ട്. വൈറ്റിലുണ്ടെന്ന് പറഞ്ഞ ആള്. നമുക്ക് ഏതായാലും അവിടെ ചെന്ന് നോക്കാം. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ട്രിപ്പ് അടിക്കണില്ലെങ്കിൽ ചെല്ലാം. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക്. 500 മീറ്ററും കൂടി ഉള്ളൂ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വളവ് കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിലാണ്. അനന്തുമാണ് പേര്. അനന്തു. ഇൻഫോ പാർക്ക് കുസുമഗിരി എന്നൊക്കെ കണ്ട്. 190 ട്രിപ്പാണ്. ഏതായാലും ആളെ പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. നമുക്കതിന് 181 രൂപ നമുക്ക് കിട്ടി. ടോട്ടൽ ക്യാഷ് കളക്ട് 140 141. അതിൽ 181 നമുക്ക് കിട്ടുന്നുണ്ട്. ഇയാൾക്കും പ്രൊമോഷൻ ഉണ്ടാവും. 8 കിലോമീറ്റർ ഓടി. ടോട്ടൽ 1817 ആയി. പിന്നെ റാപ്പിഡോയിലുള്ള 290. മൊത്തം 2 രൂപ കടന്നു.
ഇനി ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ പാരഡൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ട്രിപ്പ് എടുക്കാം. അങ്ങനെ കുറേ സമയത്തിന് ശേഷം 5:45 സമയം. ഹലോ ഹലോ ഹലോ, എവിടെയുള്ളേ? ഞാൻ സെൻട്രൽ ബസാറിന്റെ അടുത്തുണ്ട്. ഞാനോട് വരാം. അതിന്റെ ഉണ്ടല്ലോ ഞാൻ. അല്ല, ഞാൻ കുറച്ചപ്പുറത്താണ്. ഞാൻ വരാം. എവിടെയായിട്ടുള്ളേ? ഈ ഉള്ളു ഭാഗത്താണ്. ഒരു 200 മീറ്റർ അപ്പുറത്താ. ഞാൻ ഇപ്പൊ എത്തും. എളുപ്പം പെട്ടെന്ന് വരുമോ? ആ, ഓക്കെ. അത് എനിക്ക് തോന്നണതേ വേറെ ആരെങ്കിലും എടുത്ത് ക്യാൻസൽ ചെയ്ത ട്രിപ്പ് ആയിരിക്കും. അതായിരിക്കും. പിന്നെ ഇപ്പം ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. അപ്പത്തിനെന്ത് ഇങ്ങനെ പറയുന്നതാവോ? ചിലപ്പോ വേറെ ആരെങ്കിലും എടുത്ത് ക്യാൻസൽ ചെയ്തതാവും. 5:45 2 മണിക്ക് അടിച്ചതാണ് ട്രിപ്പ് നമുക്ക്. ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നൊന്ന് ഉറങ്ങി. ഏതായാലും ഇനി പോയി എടുത്താണ്ട് ഡ്രോപ്പ് ചെയ്യട്ടെ ആളെ. ചെറിയൊരു ഇൻട്രസിറ്റിയാണ്. അങ്ങനെ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. 2284 ടോട്ടല്. ഈ ട്രിപ്പിന് 467 രൂപ കിട്ടി. എത്ര കിലോമീറ്റർ? 17.77 കിലോമീറ്റർ ഓടി. 44 മിനിറ്റ് കൊണ്ട് എത്തി. ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും അവസ്ഥ അറിയില്ല. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ വേഗം വിടുമെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യം എന്തോ തോന്നിയപ്പോൾ പെട്ടെന്ന് നമ്മൾ രാവിലത്തെ പോലെ നിന്നില്ല. പെട്ടെന്ന് മറ്റേ രാവിലത്തെ അങ്ങനെയല്ല. വന്നിട്ട് നമ്മൾ കുറേ നേരം കാത്തു നിന്നിട്ട് 10-15 മിനിറ്റ് വീടിൻ്റെ മുമ്പിൽ കാത്തു നിന്നിട്ട് വണ്ടി കയറിയിട്ടാണ് അങ്ങനത്തെ കുണച്ച് വർത്താൻ പറഞ്ഞത്. അതാണ് എനിക്ക് പറ്റിയത്. ഇത് നമ്മളെ കാത്തു നിൽക്കേന്. പിന്നെ എന്തൊക്കെയൊരു അർജന്റ് കേസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ചിട്ട് ആരൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം എന്താ സംഭവം ചോദിച്ചാൽ എന്തൊക്കെയൊരു കേസിൻ്റെ എന്തൊക്കെയൊരു പ്രശ്നങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. അപ്പം അതിൽ എല്ലാം പറഞ്ഞു. ഇവിടത്തോളം സംസാരിച്ചുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഒരു ചീറ്റിംഗ് കേസാണ് അവരുടെ പ്രേമത്തിൻ്റെ. അപ്പോൾ ആൾക്ക് 12 ലവറൊക്കെ ഉണ്ടായിരുന്നു അത്രേ. എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്തെന്നാവോ? അപ്പോൾ അതിനെതിരെ കുറേ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ പറയണില്ല. അപ്പം അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിക്കായിരുന്നു തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ്റെ അടുക്ക്. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ആളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ തന്നു. ആൾക്ക് നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. 100K ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടുണ്ട്. ഏതായാലും എന്തെല്ലാം നടക്കുന്നു. 12 ലവർ അത്ര. ഉദയംപരൂർ ജംഗ്ഷനിലാണുള്ളത്. കുറച്ചേരം റേഡിയോ ഒക്കെ കേട്ട് നിന്ന് പിന്നെ ഒരു രക്ഷ. കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ടൗൺ ഭാഗത്തേക്ക് പോയ ട്രിപ്പ് അടിക്കുമായിരിക്കും. ഞാൻ നിർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇടാണ് മുണ്ടമ്പാലത്തേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടു. ഊബറിൽ റാപ്പിഡോയിലും ഡെസ്റ്റിനേഷൻ ഇടട്ടെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചലിക്കാം. നമുക്ക് മുണ്ടമ്പാലം ഓക്കെ. അപ്പോൾ 2ലും ഡെസ്റ്റിനേഷനായി. അപ്പോൾ ഇനി നമുക്ക് വല്ല തിരക്കാം. പോകുന്ന വഴിക്കൊരു പമ്പുണ്ട്. പമ്പിൽ നമ്മൾ ആദ്യം നോക്കുക ഈ സാധനം നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അവനോട് ചോദിച്ചു നോക്കി എയർ വർക്കിംഗ് ആണോ ചോദിച്ചു. ഇപ്പം ഇന്ന് രാവിലെ CNG അടിച്ച വർക്കിംഗ് അല്ല. അപ്പോൾ വർക്കിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ച്. വെറുതെ എയർ അടിക്കണ്ടല്ലേ എഴുതിയിട്ട് 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എയർ അടിക്കട്ടെ. കാരണം നമ്മളൊരു ആഴ്ചത്തോളം വണ്ടി വെറുതെ അടക്കുക. എയർ ഇല്ലാത്ത പോലെ എനിക്കൊരു ഫീല്. അപ്പോൾ ഇനി അതിനൊരു കോട്ടം തട്ടണ്ട. ആൾക്കാർ വരുന്നൊന്നുമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ചെക്കൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംശയം തെറ്റിയിട്ടില്ല. എയർ ഭയങ്കര കുറവായിരുന്നു. അടിച്ച് ചെറുക്കനും പറഞ്ഞു നല്ല കുറവുണ്ടല്ലോ എന്ന്. 30 കിടക്കുന്നത്. 36 അടിക്കല്. അപ്പോൾ നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഊബറിലപ്പോൾ 2284 രൂപയും ഓടി. റാപ്പിഡോയിൽ 296 രൂപ. അപ്പോൾ റാപ്പിഡോ ഓഫ്ലൈനായി. ഊബർ ഓഫ്ലൈൻ. എല്ലാം ഓഫ്ലൈനായി. ഇനി ഊബറിന് ഇന്ന് കൊടുക്കാനുള്ളത് 572 രൂപ കൊടുക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ പക്കലാം.